നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. FC ബാഴ്സലോണക്ക് വിജയിക്കാൻ പറ്റിയില്ല. ജിറോണയോട് 2-1 പരാജയം ഏറ്റുവാങ്ങി ലാലിഗയുടെ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനത്തേക്ക് ഇറങ്ങുമ്പോൾ ലാമിനെ യമാൽ ആദ്യ പകുതിയിൽ പെനാൽറ്റി മിസ് ചെയ്തത് വലിയ രൂപത്തിൽ ചർച്ചയായി വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് യമാൽ പെനാൽറ്റി മിസ് ചെയ്തു, ബാഴ്സക്ക് തോൽവി എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ മാച്ച് റിപ്പോർട്ട് ഇട്ടപ്പോൾ അതിന് താഴെ വന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു. റയൽ മാഡ്രിഡ് എപ്പോഴും പെനാൽറ്റി സ്കോർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ ടീംസിന് പെനാൽറ്റി നേരാൻ വണ്ണം അടിക്കാൻ അറിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി ചിരിക്കുന്ന കുറച്ച് ഇമോജിയാണ്. അതായത് റയലിന് പെനാൽറ്റി കൊടുക്കുന്നു, റയലിന് അനുകൂലമായിട്ട് റഫറിമാർ നിൽക്കുന്നു എന്ന് പറഞ്ഞ് വലിയ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് പെനാൽറ്റി കിട്ടുമ്പോൾ അവർക്ക് ഗോളാക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയുണ്ട ഒരു പെനാൽറ്റി മിസ് ചെയ്തുകൊണ്ട് ബാഴ്സക്ക് പെനാൽറ്റി ഗോളാക്കാൻ പറ്റുന്നില്ല എന്നൊരു വാദമുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എന്താ അറിയോ, ഈ സീസണിലെ ലാലിഗയിൽ FC ബാഴ്സലോണയ്ക്ക് എത്ര പെനാൽറ്റി കിട്ടി? 7 പെനാൽറ്റികൾ കിട്ടി. എത്രണ്ണം ഗോളാക്കി? 4 മാത്രം. ബാഴ്സ ഈ സീസണിൽ അവർക്ക് ലഭിച്ച 7 പെനാൽറ്റികളിൽ 3 മിസ് ചെയ്തിരിക്കുന്നു. അതൊരു മോശം സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ്. പെനാൽറ്റി സ്പോട്ടിൽ പിഴക്കുന്ന ബാഴ്സ എന്ന് പറഞ്ഞാൽ ലെവൻഡോസ്കി 2 പെനാൽറ്റികൾ ഈ സീസണിൽ ലാലിഗയിൽ മിസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ അവരുടെ പുതിയ രാജകുമാരൻ എന്ന് വാഴ്ത്തിപ്പാടുന്ന ലാമിനെ യമാലും പെനാൽറ്റി മിസ് ചെയ്തിരിക്കുന്നു. സോ ഈ പെനാൽറ്റി മിസ് ബാഴ്സയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. ലാലിഗ പോയിന്റ് പട്ടികയിൽ അവർ 2-ാം സ്ഥാനത്തേക്ക് ഇറങ്ങേണ്ടി വന്നത് ഇതുകൊണ്ടുകൂടിയാണ്. തീർച്ചയായിട്ടും ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോഴുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. താരങ്ങൾ വല്ലാതെ ക്ഷീണിതരാണ് എന്ന് കോച്ച് ഹൻസി ഫ്ലിക്ക് പറയുന്നുണ്ട്. പിന്നെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് ഒന്നും കളിക്കാനില്ലല്ലോ എന്നുള്ളതാണ്. പ്ലേ ഓഫ് കളിക്കേണ്ട വേറെ ടീമുകളുണ്ട്. അവർക്ക് ഒന്നുകൂടി കളികളുടെ എണ്ണം കൂടുകയും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ബാഴ്സക്ക് ആ സമയത്ത് കിട്ടുന്ന വിശ്രമം ഗുണം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തൻ്റെ താരങ്ങൾക്ക് 2 മത്സരങ്ങളിലേക്ക് 2 ദിവസത്തേക്ക് ഓഫ് കൊടുക്കാൻ പോവുകയാണ് എന്ന് കോച്ച് ഹൻസി ഫ്ലിക്ക് പറഞ്ഞതും ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.